അസ്സലാമലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും വളരെ ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ കേറ്ററിങ്ങും അതിൻ്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ദേ എന്നും പതിപോലെ തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉഴുന്നരയ്ക്കാനിട്ട് കേട്ടോ. ഉഴുന്നരയ്ക്കാനിട്ടപ്പോൾ ദേ പമ്പരം പോലെ കിടന്ന് ഒരു സൈഡിൽ കിടന്ന് ഈ ഉഴുന്നല്ല അവിടെ കറങ്ങുന്ന കണ്ടുകൊണ്ട് ഒരല്പം നേരം നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നു നമ്മുടെ പണിയൊന്നും നടങ്ങില്ല. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്ന് അപ്പോൾ അടുത്ത് നെയ്യപ്പത്തിന് അരച്ച് വെച്ച മാവൊക്കെ ഒന്ന് ഇളക്കി വെക്കാമെന്ന് വെച്ചു. എള്ളൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ. അങ്ങനെ എള്ളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഏലക്ക ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങയൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് 9 മണിക്ക് ശേഷം കറണ്ട് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉഴുന്ന പരിപ്പ് ഇതെല്ലാം അരച്ച് റെഡിയാക്കി മാറ്റി വെക്കണം. അതിനുള്ള ധൃതിയിലാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല ഒരുവിധം ഓർഡറുകളും ഉണ്ട് കേട്ടോ. അതായത് ഉഴുന്നുവട, പരിപ്പുവട, നെയ്യപ്പം, പിന്നെ പത്തിരി, ഉണ്ണിയപ്പം ഇത്രയും സാധനത്തിന് ഓർഡറുകളുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമല്ലോ. ഇന്ന് മെട്ടിൽ ചായയും കൊണ്ട് പോകാൻ സമയം കിട്ടുമോ എന്നറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും ചെയ്തു നോക്കാം എന്നോർത്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ആണ് നമ്മളെ വിശ്വസിച്ച് തരുന്ന ഓർഡറുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഓരോ തിടുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പരിപ്പ് അരച്ചുകൊണ്ടിരുന്നപ്പം കറണ്ട് പോയി കേട്ടോ. അപ്പം പിന്നെ സമയം പോയതിന് ശേഷം സമയം പോകുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പുണ്ടായിരുന്നു ബാക്കി, അത് വെള്ളം തോർത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അതാണ് അരയ്ക്കുന്നത്. അത് അരച്ച് മാറ്റി വെച്ച് സെപ്പറേറ്റ് ഇടാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം പുതിയ പരിപ്പിൻ്റെ കൂടെ ഇടാതെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഇത്രയല്ലേ പറ്റത്തുള്ളൂ എന്നോർത്തുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് അരച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ പരിപ്പ് വട കൊടുക്കാൻ ഉച്ച കഴിഞ്ഞ് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പരിപ്പിട്ടിട്ടില്ല. രാവിലെ കടയിൽ പോകുന്ന ആ സമയത്ത് ഇട്ടിട്ട് പോകാമെന്നോർത്ത് വരുമ്പോഴത്തേക്കൊക്കെ നല്ല കുതിർന്നിരിക്കുമല്ലോ. അപ്പോൾ ഈ പരിപ്പ് 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറത്തോളം ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇട്ടാലും വെള്ളം പിടിച്ച് പോകും. അങ്ങനെ ഞാൻ ഈ പരിപ്പെല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് സബോള, ഇഞ്ചി കാര്യങ്ങളെല്ലാം അരിയാൻ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് ധൃതി വെച്ചൊക്കെ അരിയുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഒന്നെങ്കിൽ വെള്ളോറയുടെ ഇത് പോവും, എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റും പറ്റും കേട്ടോ. ഈ ധൃതി വെച്ച് അരിയുമ്പോഴത്തേക്കും ചിലപ്പം തള്ളവിരലിൻ്റെ ആ നഖം ചേർത്ത് നഖമൊക്കെ പൂർവ്വമൊക്കെ ചെയ്യും കേട്ടോ. ധൃതി വെച്ച് അരിയുമ്പോഴത്തേക്ക് എന്താണെന്ന് കറണ്ട് പോകുന്നതിൻ്റെ അപ്പുറം ഇതെല്ലാം പണിയും തീർക്കണം. കറണ്ട് പോയാൽ പിന്നെ വെട്ടത്തിനും ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തുകൊണ്ട് എല്ലാം ധൃതി വെച്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എണ്ണച്ചട്ടി തീ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇച്ചിരി തീ കുറയ്ക്കാൻ വേണ്ടി പോയതാണ്. കൈയൊന്ന് പൊള്ളി കേട്ടോ. മുറ്റത്ത് ചെന്നൊരല്പം പേസ്റ്റൊക്കെ എടുത്ത് തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് ഇത് തന്നെ നീ ശങ്കരൻ വീണ്ടും തെങ്ങേലാന്ന് പറഞ്ഞോട്ട് നമുക്കിത് തന്നെയല്ല പരിപാടികൾ. നമുക്കൊരു ദിവസം റെസ്റ്റ് എടുക്കാനോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. എന്താണെങ്കിലും കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം പടച്ചവൻ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഉണ്ണിയപ്പം ഇട്ടായിരുന്നു. ആ ഉണ്ണിയപ്പം സീൽ ചെയ്ത് മാറ്റി വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഉണ്ണിയപ്പം ഇട്ടിട്ട് തണുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി പരിപാടിക്ക് നിന്നത്. അങ്ങനെ പിന്നെ ഞാൻ സീൽ ചെയ്ത് ഇത് മാറ്റുകയാണ് കേട്ടോ. വോയിസ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടൊക്കെ എന്താ സാധനത്തില്ല. കറണ്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് മക്കളെല്ലാം കിടന്നുറങ്ങുമായതുകൊണ്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഇത് എഡിറ്റ് ചെയ്യാൻ നിന്ന കേട്ടോ. അപ്പോൾ എന്തോ ഒരു പ്രാണി വന്ന് നമ്മുടെ മുഖത്തേക്ക് അടിച്ച് അതാണ് ഇടയ്ക്കൊരു വോയിസിന് ഒരു വ്യത്യാസം വന്നത് കേട്ടോ. എന്തായാലും പിന്നെ അതിന് ശേഷം ഞാൻ ഇതെല്ലാം സീൽ ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിക്കണം, പിന്നെ ഡേറ്റ് എഴുതാം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കൂടെ ഉണ്ട് കേട്ടോ. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. അപ്പോൾ സീൽ ചെയ്യൽ നടക്കുകയില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ സീലെല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കാൻ ഓർത്തു. അങ്ങനെ അത് സീലൊക്കെ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ പരിപ്പോടെ അടുപ്പിലിട്ടു. അപ്പോൾ ആദ്യം അരച്ച പരിപ്പോടെയാണ് ഇട്ടത്. ബാക്കി ഉച്ച കഴിഞ്ഞ് ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും പരിപ്പോടെ ഇട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം മുറ്റത്തൊക്കെ നല്ല തണുപ്പുണ്ട്. ചന്നപ്പന്നെ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആകെപ്പാടെ അസ്വസ്ഥത പിടിച്ച ഒരിതാണ് കേട്ടോ. നമുക്കൊക്കെയാണ് അതിന് ചെറിയ ചെറിയ അസ്വസ്ഥതകളും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നല്ല നല്ല പരിപ്പോടെയൊക്കെ ഇട്ട് റെഡിയാക്കി കോരിയെടുത്ത് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല മഞ്ചുണ്ടല്ലേ, തിന്നാൻ തോന്നുകയും ചെയ്യും അല്ലേ. നല്ല എന്നുള്ള പരിപ്പൊടിയായിരുന്നു. എന്നത്തേക്കാൾ ഒരല്പം വലിപ്പമൊക്കെ കൂടിപ്പോയി കേട്ടോ. എന്താണെങ്കിലും സാരമില്ല. പിന്നെ പരിപ്പോടെ ഇട്ടു. അതിനുശേഷം നെയ്യപ്പം എല്ലാം ഇട്ടു. ഉണ്ണിയപ്പത്തിൻ്റെ അകത്ത് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് ഡേറ്റ് എഴുതി എൻ്റെ ചെറുക്കായി വന്ന ഡേറ്റൊക്കെ എഴുതുന്നു കേട്ടോ. മുത്തുവാവ എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ ഉഴുന്നുവട കാര്യങ്ങൾ എല്ലാം ഇട്ടു. ഈ ഉഴുന്നുവടയും കൂടെ ഇട്ടാൽ ഇന്ന് രാവിലെ കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകും കേട്ടോ. ഇനി ബാക്കി ഓർഡർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പരിപ്പ് വട, നെയ്യപ്പത്തിന്
പിന്നെ പത്തിരിക്കും ആണ് ഉച്ച കഴിഞ്ഞ് ഓർഡർ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പത്തിരിയൊക്കെ ഇടാൻ എളുപ്പമുണ്ടല്ലോ, ഒത്തിരി താമസമൊന്നുമില്ലല്ലോ പത്തിരിയൊക്കെ ഇടാൻ. വന്നു കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി. അങ്ങനെ കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചതിന് ശേഷം വന്ന് ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. പരിപ്പെല്ലാം എടുത്ത് കോരി വെച്ചു. അതായത് വെള്ളം തോരാൻ വെക്കണമല്ലോ, അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ പരിപ്പ് അരച്ച് റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം മാവ് എല്ലാം റെഡിയാക്കി എടുത്ത് ഞാൻ പത്തിരി ഇടാൻ നിന്ന് കേട്ടോ. പത്തിരി ആദ്യം ഇട്ടത് ഒരു 5-6 വേസ്റ്റായിപ്പോയി കേട്ടോ. എന്നാന്ന് വെച്ചാൽ പൊങ്ങാൻ ഇച്ചിരി അല്പം താമസിച്ചു. പിന്നെ ഞാൻ ഒന്നുകൂടെ കുഴച്ച് പറക്കിയൊക്കെ വെച്ച് ഒരു അല്പം എണ്ണയൊക്കെ തൂത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ റെഡിയാക്കി ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ പത്തിരി ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. രാത്രി ഇപ്പോൾ ഇരുന്ന് വോയിസ് വിടുന്നതുകൊണ്ട് ഒരു പന്തിയല്ല കേട്ടോ, നല്ല ഉറക്കം ഇതുകൊണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഉറക്കം, വെളുപ്പാങ്കാലം ആകാറായിട്ടുണ്ട്. നല്ല ഉറക്കം വന്നൊക്കെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അതേ ഞാൻ പത്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കുറേശ്ശെയാണ് ഇട്ടെടുക്കുന്നത്. ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു 6-8 ഒക്കെ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെയാണ് ഞാൻ ഇട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പത്തിരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കേറ്ററിങ്ങിൻ്റെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മെട്ടിപ്പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം കൊടുത്ത് എല്ലാം റെഡിയായി ഞാൻ ഇന്ന് മെട്ടിലും പോയി കേട്ടോ. കുറച്ച് ചായയും കുറച്ച് കടികളുമായിട്ട് ഞാൻ മെട്ടിലും പോയി. അതെല്ലാം കഴിഞ്ഞ് സാധനം പിന്നെ കടയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ സാധനം എല്ലാം ഓട്ടോയിൽ കൊടുത്തു വിട്ടു കേട്ടോ. ഒരു അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം കിറ്റായിട്ട് മേടിച്ചു കേട്ടോ. അത് ഒത്തിരി പച്ചക്കറി ഇല്ലായിരുന്ന കടയിൽ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു കിറ്റായിട്ട് മേടിച്ചു. ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സാമ്പാറിനെല്ലാം റെഡിയാക്കി അരിഞ്ഞ് പറക്കി എടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും കൂട്ടുകാരൻ ഇത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോ കൂട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കേറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൈകിട്ടത്തെ പരിപാടി ഇതോടുകൂടി എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. പിന്നെ ഇനി ശങ്കരൻ വീണ്ടും തെങ്ങലാന്ന് പറഞ്ഞല്ലോ, നാളത്തേക്കുള്ള പരിപാടികളെല്ലാം നോക്കണം. അപ്പോൾ എന്താണെങ്കിലും സാമ്പാർ തട്ടിലെടുക്കുക സാമ്പാർ എന്ന് പറയും കേട്ടോ. കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം കടുക് പൊട്ടിക്കുന്നതിലൂടെയാണ് തക്കാളിയും വെണ്ടയ്ക്കായും കൂടെ എല്ലാ ദിവസവും ഞാൻ സാമ്പാർ വെക്കുന്ന, എല്ലാ ദിവസവും അല്ല, സാമ്പാർ വെക്കുന്ന ദിവസങ്ങളെല്ലാം വരട്ടി ചേർക്കുന്ന കേട്ടോ. ഇന്ന് അതിനൊന്നും നിൽക്കുന്നില്ല. ഇന്ന് എളുപ്പപ്പണി നോക്കുകയാണ് കേട്ടോ. എല്ലാ കഷ്ണം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1-2 ഫിസിലടിച്ചാൽ ആകുമല്ലോ. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഇടുന്നില്ല. അപ്പോൾ ബാക്കി കഷ്ണങ്ങൾ ഇട്ടിട്ട് തക്കാളി അതിലേക്ക് തന്നെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് ഒന്നിച്ചങ്ങോട്ട് വെച്ച് 2 ഫിസിലടിച്ചെടുക്കും കേട്ടോ. അന്നത്തേക്ക് കറി എളുപ്പമാകുമല്ലോ. അതോർത്ത് ഞാൻ തക്കാളി എല്ലാം അരിഞ്ഞു. പിന്നെ സബോള അരിഞ്ഞിട്ട് ഒരു അരക്കഷ്ണം സബോള എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സബോളയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ എൻ്റെ ചെറുക്കായി മൈലാഞ്ചി ഇട്ട് കൈ തന്നു കേട്ടോ. ഞാൻ നല്ല ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം നമ്മുടെ ദേഹത്തും കയ്യിലെല്ലാം നല്ല മൈലാഞ്ചി അങ്ങ് കുഴഞ്ഞും പോയി കേട്ടോ. അപ്പം തക്കാളി സബോള എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം കഷ്ണം കഴുകി വാരി കൊണ്ടുവച്ചേക്കുമായിരുന്നു. ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഓരോന്നും ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം വെക്കാനൊന്നും നേരമില്ല കേട്ടോ. എത്രയും പിടിയെന്ന് വെച്ച് തീർക്കണം. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം കിടക്കണം എന്ന ചിന്തയിലാണ് കേട്ടോ. അങ്ങനെ അതേ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നലെ ഒരു അക്കടിയും പറ്റി പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് മേടിച്ച് 2 കിലോ പരിപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് കടക്കാർ മാറിയാണ് കൊടുത്തു വിട്ട്. സാമ്പാർ പരിപ്പ് അയക്ക് കൊടുത്തു വിട്ടു കേട്ടോ. ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ല. എൻ്റെ കൊച്ചാണെന്ന് പരിപ്പ് വെള്ളത്തിട്ട് അറിയാതെ ആ 2 കിലോ പരിപ്പും കൂടെ എടുത്ത് വെള്ളത്തിലിടുകയും ചെയ്തു കേട്ടോ. എന്നാലും ഞാൻ ഇത്രയും സാമ്പാറിനെടുത്തതിന് ശേഷം ബാക്കി ഞാൻ വെയിലില്ലാത്തതുകൊണ്ട് വെയിലത്തും വെച്ച് ഉണക്കാൻ പറ്റത്തില്ല. ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇരിക്കുകയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ 2 കിലോ പരിപ്പൊക്കെ ഇനി എന്ത് ചെയ്യണം? അത് വേറെ എന്തെങ്കിലും പരിപ്പ് വടയുടെ പരിപ്പാണ് നമുക്ക് വടയെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് സാമ്പാർ പരിപ്പല്ലേ,
ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി കേട്ടോ. ആകപ്പാടെ സങ്കടത്തിലുമായി. അങ്ങനെ അതേ ഞാനെടുത്ത് ഇതെല്ലാം ഇട്ടെടുത്തപ്പോൾ കുക്കർ പൊക്കിയെടുത്തപ്പോൾ കുക്കറിൻ്റെ പിടിയൊക്കെ ഒന്ന് ഊരിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ അന്നേരം തന്നെ അവിടെ വെച്ചൊന്ന് മുറുക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇത് കഴുകുമ്പോൾ എല്ലാം ഓർക്ക് ലൂസായിരിക്കുന്നതാണ്. അപ്പോൾ മുറുക്കിയിടണം എന്ന്. ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ അവിടെ വെച്ച് പിന്നെ ആട്ടെ എന്ന് വിചാരിച്ചെടുത്തു. ഇപ്പോൾ എന്തായാലും കഷ്ണങ്ങളും ഇട്ട് വെള്ളം ഒഴിച്ച് പൊക്കിയപ്പോഴും ദേ കിടക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇത് കത്തിയും ഇതൊക്കെ വെച്ച് പിടിയൊക്കെ മുറുക്കി ഇത് നല്ല റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് 2 ഫിസിലടിച്ചപ്പം തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് കേട്ടോ. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് ഒന്ന് ചെറിയ ഉള്ളി 2-3 എണ്ണം അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് തന്നെ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഒരല്പം കായമൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുത്ത് നമ്മൾ അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ റെഡിയാക്കി വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ. ഇന്ന് കൂട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ പൊരിക്കാമെന്ന് ഓർത്തു. ഞാൻ ഇച്ചിരി സബോളയും ഇച്ചിരി പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കുന്നതിൽ ഒരല്പം തേങ്ങയും കൂടെ തിരുമ്മിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. തേങ്ങ തിരുമ്മുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇന്ന് ഇങ്ങനെ എടുക്കാമെന്ന് ഓർത്ത് ഞാനൊരല്പം തേങ്ങയൊക്കെ തിരുമ്മി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുട്ട പൊട്ടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും മക്കൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ആണ് മക്കൾ പിന്നെ മുട്ട പൊട്ടിക്കലും പൊരിക്കലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം അവരേറ്റെടുത്തു കേട്ടോ. അപ്പം നമ്മൾ വെളിയിലായി കേട്ടോ. എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നാലേ എന്ന് ഓർത്ത് ഞാനും മാറി. മക്കളാണ് നല്ല അടിപൊളിയായിട്ട് ഹന്ന ഇടും കേട്ടോ. മെഹന്തി ഹന്ന എന്ന് പറഞ്ഞാൽ മെഹന്തി അല്ലേ. മെഹന്തി നല്ല അടിപൊളിയായിട്ട് വരച്ച് റെഡിയാക്കി ഇടും കേട്ടോ. കഴിഞ്ഞൊരു ദിവസം കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി മക്കളിട്ടതാണ് കേട്ടോ. കയ്യിലൊക്കെ കണ്ടില്ല. എന്നാൽ കൈ ഒന്ന് നൂർത്ത് കാണിക്കടി എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഇതല്ലോ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നെ അല്പം തേങ്ങയൊക്കെ തിരുമ്മി ഞാൻ അതിൽ ഇട്ട് റെഡിയാക്കി കൊടുത്തു. മക്കൾ തന്നെയാണ് കേട്ടോ പൊരിക്കുന്നത്. എണ്ണയൊക്കെ ഒഴിച്ച് പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടോ. അങ്ങനെ പൊരിക്കാൻ അങ്ങനെ എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ മക്കളങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടതാണ് കേട്ടോ. എല്ലാം തവിട് പൊടിയാന്ന് പറഞ്ഞിട്ട് എല്ലാം എന്ന് പറഞ്ഞു പൊടിഞ്ഞു പോയി കേട്ടോ. മക്കൾ വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് ഇത് കേട്ടോ. ഇതെന്നാവും ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. എന്താ കാണിക്കാൻ, നമ്മൾ മാത്രമല്ലേ മോളെ സാരമില്ല അങ്ങനെ ഒന്ന് പൊടിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു. നമ്മൾ അടിപൊളി സാമ്പാറൊക്കെ ചേർത്ത് ഞങ്ങളെല്ലാവരും ചോറിനാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.